ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. ഞാനന്ന് ഇതിന് മുമ്പേ ഞാൻ KFC പൊരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു കുറച്ച് ബിരിയാണി ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ വെച്ചതാണ്. അപ്പം നമുക്ക് നോക്കാം. ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. സവാള ഇടുവാണേ. സവാള ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. എന്നിട്ട് അതെല്ലാം കൂടി കുക്കറിലിട്ട് ഒന്ന് വിസിൽ കേൾപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാനൊരു വേറൊരു പാത്രത്തിനകത്ത് അതെല്ലാം കൂടി നല്ല വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സവാള ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. കുക്കറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുകയാണേ. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റുക. കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പും കൂടി ഒന്ന് നോക്കണം കേട്ടോ. പിന്നെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല കേട്ടോ. അതെല്ലാം ആ ചിക്കനിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. ഇപ്പം ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കണ്ട, ഇത്രയും വെള്ളം അതിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇനി വേറൊരു പാനിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കരിഞ്ഞു പിടിക്കാതെ നല്ലതുപോലെ എടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റും ഒന്ന് ഇതേപോലെ ആ എണ്ണയിൽ ഇട്ട് റെഡിയാക്കുക. പിന്നെ സവാള റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം കോരിയെടുക്കുക. നേരത്തെ നമ്മൾ ഞാനിപ്പം ദം ചെയ്യാൻ വേണ്ടിയിട്ട് അത് വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ചോറ് അതിലേക്ക് ആ മസാലയുടെ മുകളിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എളുപ്പമാണ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. ഈ ചോറ് ഞാൻ വേവിച്ചെടുത്തത് കുക്കറിലാണ് കേട്ടോ. നമ്മൾ ഒരു വിസില 2 വിസിലും പെട്ടെന്ന് അടിച്ച് ഇങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി. എന്നിട്ട് എളുപ്പത്തിന് നമുക്ക് ചെയ്തെടുക്കാം. കുക്കറിൽ തന്നെ ഊറ്റിയൊന്നും അടിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഇതെല്ലാം ഞാൻ അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ആ മസാല നമുക്ക് ഈ ചിക്കനൊക്കെ വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ റെഡിയാക്കാമായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടി വിശാലമായതുകൊണ്ട് നല്ല ദം ചെയ്തിട്ട് ഇളക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ വേറൊരു പാത്രത്തിലും കൂടി ഒന്ന് മാറ്റിയെടുത്തത്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഞാൻ സവാള മൊരിച്ചെടുത്തത് വിതറി ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ക്യാരറ്റും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് സിമ്മിലിട്ട് വെച്ചാൽ മതി കേട്ടോ. ചെറിയ ചൂട് കൊണ്ടാൽ മതി. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുവാണ്. അതിൻ്റെ മുകളിലായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുവാണ്. അത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. നല്ല അടിപൊളി ഒരു ബിരിയാണിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ KFC എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി വന്ന ചിക്കനാണ് ഞാൻ പെട്ടെന്ന് ബിരിയാണിയാക്കി. So high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. Top of the world.
Dangerous times, don't fly too high. Be sure to keep the ground in sight.